നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഭാര്യയെയും മകളെയും അപമാനിക്കുകയും ചെയ്ത കേസിൽ 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ സമൂഹം ഒത്തുചേർന്നു. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. ഭാര്യയും 10 വയസ്സുള്ള മകളുമായി കാറിൽ പോവുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഭാര്യയെയും മകളെയും അപമാനിക്കുകയും ചെയ്ത കേസിൽ 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. വെള്ളിക്കുളങ്ങര മോനടി സ്വദേശികളായ മൂഞ്ഞേലി വീട്ടിൽ 29 വയസ്സുള്ള ദീപു ഫ്രാൻസിസ്, മഞ്ഞളി വീട്ടിൽ 39 വയസ്സുള്ള ലിസ്റ്റൻ എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് 5:45 നമ്പ്യാർപാടം സ്വദേശിയായ പോലീസുകാരനും ഭാര്യയും 10 വയസ്സുള്ള മകളുമായി കാറിൽ നമ്പ്യാർപാടത്തു നിന്നുള്ള യാത്രയിൽ കോടാലി ജംഗ്ഷനിൽ എത്തുന്നതിന് മുൻപാണ് സംഭവം നടന്നത്. പ്രതികൾ ബൈക്ക് റോഡിലേക്ക് കയറ്റിവെച്ച് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. പ്രതികളിൽ ഒരാളുടെ കയ്യിൽ കാറിൻ്റെ മിറർ ചെറുതായി തട്ടിയത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാർ നിർത്തി പ്രതികളോട് സോറി പറയാനായി വിൻഡോ ഗ്ലാസ് താഴ്ത്തിയ സമയം പ്രതികൾ അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ പ്രതികളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രകോപിതരായ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഭാര്യയെയും മകളെയും ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതെന്ന് പോലീസ് പറഞ്ഞത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി പറപ്പൂക്കര വികസന സദസ്സ്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും അത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ഇനി എന്തെല്ലാം നടപ്പാക്കാം എന്ന കൂടിയാലോചനയാണ് ഓരോ വികസന സദസ്സുമെന്ന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. സുതാര്യമായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ കാഴ്ചവെക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി കേരളം ഒരുപാട് രംഗത്ത് രാജ്യത്തിന് തന്നെ മോഡലാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ എന്നും പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും MP കൂട്ടിച്ചേർത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന വികസന സദസ്സിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസന രേഖ K. രാധാകൃഷ്ണൻ MP പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CN നിധിൻ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 5 വർഷങ്ങളിലായി 145 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി പറപ്പൂക്കര പഞ്ചായത്ത് മാറിക്കഴിഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ 8,68 ലക്ഷം രൂപ ചെലവഴിച്ചു. മാലിന്യ സംസ്കരണ മേഖലയിൽ 1,66 ലക്ഷം രൂപ ചെലവാക്കി. ക്ലീൻ ഗ്രീൻ പറപ്പൂക്കര പദ്ധതി വഴി മേക്ക് ബ്യൂട്ടി സ്പോട്ട്, ക്ലീൻ പറപ്പൂക്കര തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സമ്പൂർണ്ണ ചികിത്സാ ധനസഹായ പദ്ധതിയായ ജീവനം, പഞ്ചമി പഠന കേന്ദ്രം, ഡെസ്റ്റിനേഷൻ ചലഞ്ച്, കേരഗ്രാമം, കേരവസന്തം, അമൃതം കർക്കടകം, പറപ്പൂക്കര FM തുടങ്ങിയവ പഞ്ചായത്തിൻ്റെ തനത് പദ്ധതികളാണ്. നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, ബഡ്സ് സ്കൂൾ, വനിതാ ഫിറ്റ്നസ് സെൻറ്റർ, സ്മാർട്ട് അങ്കണവാടികൾ, ഓപ്പൺ ജിം, പകൽ വീട്, കാർഷിക കർമ്മസേന, ടേക്ക് എ ബ്രേക്ക്, വയോജനങ്ങൾക്ക് സായാഹ്ന പാർക്ക്, മൊബൈൽ ക്രിമിറ്റോറിയം തുടങ്ങിയവ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KC പ്രദീപ്, കാർത്തിക ജയൻ, PT കിഷോർ
MK ശൈലജ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ KK സത്യൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ചെങ്ങാലൂർ ഐനിക്കൽ റാഫേലിന്റെ വസതിയിൽ വായനാ സമൂഹം ഒത്തുചേർന്നു. എഴുത്തുകാരനും ചിന്തകനുമായ ED ഡേവിസ് നവോത്ഥാന കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വനിതകൾക്കായി നടത്തിയ വായന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. P തങ്കം ടീച്ചർ, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, MV യതീന്ദ്രദാസ്, TA വേലായുധൻ, PV ഷാർങ്കൻ, CP ത്രേസ്യ, TM രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 108 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പൊന്നാനി സ്വദേശി പൊടി ഫിറോസ് എന്നറിയപ്പെടുന്ന മോയൻ്റകത്ത് വീട്ടിൽ 39 വയസ്സുള്ള ഫിറോസിനെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 6 മാസമായി ഇയാളുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചു വന്ന ഡാൻസ് ഓഫ് സംഘം കോണത്തുകുന്നിലുള്ള ഒരു സ്ത്രീയുമായി അടുപ്പമുള്ള ഫിറോസ് ഇരിഞ്ഞാലക്കുടയിൽ വരുന്നതായുള്ള കൃത്യമായ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS-ന് ലഭിച്ചിരുന്നു. തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് MDMA സഹിതം ഫിറോസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയായ ഫിറോസ് 2023-ൽ പൊന്നാനിയിൽ മയക്കുമരുന്ന് കച്ചവടം ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു യുവാവിനെ ആക്രമിച്ച കേസിലും വാഹന പരിശോധന നടത്തുകയായിരുന്ന പൊന്നാനി SIയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കാർഷിക ഗ്രാമവികസന ബാങ്കുകൾക്കുള്ള ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് റീജിയണൽ അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചാലക്കുടി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് നേടി. തിരുവനന്തപുരത്തുള്ള സഹകരണ ഭവനിൽ വെച്ച് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനിൽ നിന്ന് അവാർഡ് ബാങ്ക് വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ, ബാങ്ക് സെക്രട്ടറി VS ഗിരി, ബോർഡ് അംഗങ്ങളായ സിനി ടീച്ചർ, KA ആലി, AA ബിജു, ബേബി കളമ്പാടൻ, വൃന്ദ ഭാസ്കരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അശ്വിനി MS തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അവലോകന യോഗം ചേർന്നു. സ്കൂളിന്റെ SPG ഇൻചാർജുള്ള GSCPO സുനിൽകുമാർ KV സ്കൂൾ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചു. വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി, സ്കൂൾ ലീഡർ അഗ്നിവേശ് KV എന്നിവർ സംസാരിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം പ്രമാണിച്ച് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ സെമിനാറും പ്രദർശനവും സംഘടിപ്പിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദിയും ചാലക്കുടി ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി സദേൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ റിച്ചാർഡ് സ്റ്റാൻലി സാവിയോ ലൂയിസ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ PK അനിത അധ്യക്ഷത വഹിച്ചു. ബ്രീസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ B ലൂയിസ് ക്ലാസ് നയിച്ചു. നടുമുറ്റം സാംസ്കാരിക സമിതി പ്രസിഡന്റ് TP രാജൻ, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, S ശ്രീകുമാർ, വാർഡ് കൗൺസിലർ നിത പോൾ, ഔസേപ്പ് മേലേപ്പുറം, രാജു വെട്ടിയാട്ടിൽ, ആശ ജോയ്സൺ, MP മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര.
പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഭാര്യയെയും മകളെയും അപമാനിക്കുകയും ചെയ്ത കേസിൽ 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ സമൂഹം ഒത്തുചേർന്നു. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അവലോകന യോഗം ചേർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.